ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ ട്രിപ്പാണ്, വെക്കേഷനാണ്. പനിയൊക്കെ എനിക്ക് മാറിയിട്ടുണ്ട്. അതാണ് വെക്കേഷൻ തുടങ്ങിയിട്ട് തിരൂർ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഫുള്ള് പനിയായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരെണ്ണം പോകാൻ പറ്റിയില്ല. ഇങ്ങനെ ഒരു മിനിറ്റ് ഇതിവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് കോഴിക്കോട് പോകുവാണ്. കോഴിക്കോട് ഓക്കെ 19-ാം തീയതിയാണ്. ഇന്ന് 18-ാം തീയതിയാണ്, നാളെ 19-ാം തീയതിയാണ് നമ്മൾ കോഴിക്കോട് പോകുന്നത്. ഉച്ചയാകുമ്പോൾ അവിടെ എത്തും, എന്നിട്ട് റൂമെടുക്കും, അവിടെ ഒന്ന് ഫ്രഷ് ആയിട്ട് സൈറ്റ് സീയിങ്ങിന് പോകും. അതാണ് മെയിനായിട്ടുള്ള കാര്യം, അതാണ്. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം എനിക്ക് കീം എക്സാമാണ്. ബേസിക്കലി ഞാൻ എക്സാം എഴുതാനാണ് പോകുന്നത്, ബട്ട് എന്തായാലും പോവുകയല്ലേ. നമുക്ക് കോഴിക്കോട് ബീച്ചും പിന്നെ അവിടെ എന്തൊക്കെയോ കാണാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ നമുക്കതെല്ലാം കാണാം. നമുക്ക് ഒരു ഹാഫ് ഡേ മാത്രമേ അവിടെ കാണാൻ കിട്ടുള്ളൂ. പിന്നെ കുറേ നേരം ട്രെയിനിൽ ട്രാവൽ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കോഴിക്കോട് വെച്ചത്. മെയിൻ ഉദ്ദേശം കറക്കമാണ്, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കോഴിക്കോട് പോകുന്നത്. ആൻഡ് ഓക്കെ, അടുത്ത് 20-ാം തീയതിയാണ്. 20-ാം തീയതി ഡെലിവറി 10 to 4. ഓക്കെ, ആധാർ ഡെലിവറി. ഓക്കെ, 20-ാം തീയതിയാണ് എനിക്ക് കീം എക്സാം. 20-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ രാവിലെ എന്തായാലും അവിടെ പോക്ക് നടക്കത്തില്ല, ബിക്കോസ് സ്ഥലം അറിയത്തില്ല. ഫെറോക്കാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തല്ല, എന്നാലും ഏകദേശം അടുത്തായിട്ട് വരും. നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം ആണെന്ന് തോന്നുന്നു. എക്സാം 5:30 ആകുമ്പോൾ കഴിയും. അടുത്ത ദിവസം 21-ാം തീയതി രാവിലെ 9 മണിക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്. അതാണ് എൻ്റെ 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വന്ദേ ഭാരതിൽ കയറാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വരും. അപ്പോൾ അവിടെ നിന്ന് പൊന്നാനി ഓഫീസിലോട്ട് പോകും. അപ്പോൾ അതാണ് പ്ലാൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബാഗ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത്ര വെയിറ്റ് ഇല്ല. പിന്നെ ഈ ഒരു ബാഗിനകത്ത് ലാപ്ടോപ്പ്, അതിൻ്റെ ചാർജർ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. ബിക്കോസ് എൻ്റെ ഇത് ഫോൺ 256 GB ആണ്. 2-3 വീഡിയോ ഇപ്പം തന്നെ അതിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടാവും. ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തുമ്പോൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുപോകും. അപ്പോൾ ലാപ്ടോപ്പിലോട്ട് കോപ്പി ചെയ്തിടും. രാത്രിയാകുമ്പോൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം, എന്നിട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. ബട്ട് ഞാൻ എഡിറ്റൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ വന്നിട്ടായിരിക്കും എഡിറ്റൊക്കെ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി നാളെ രാവിലെ ആണ്. തരാം. ഷൂവിനാണെങ്കിൽ വല്ലാത്ത സൗണ്ട്, നാട്ടുകാർ ഫുൾ എണീറ്റ് തോന്നുന്നു. ഇപ്പൊ വന്ദേ ഭാരത് വരും. സോ ഗൈസ്, നമ്മൾ 1 മണിക്കൂർ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ദേ ഭാരത്, 2-ൽ ജനശതാബ്ദി, 3-ലിപ്പം മറ്റേ നാഗർകോവിൽ ഗാന്ധിധാം നാഗർകോവിൽ വരും. അതിൻ്റെ പുറകെ വേറെ ഏതൊരു ട്രെയിനും ഗുരുവായൂർ ചെന്നൈയും കൂടെ ഉണ്ട്. പിന്നെ 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വേണാട് എക്സ്പ്രസ്. ലൈറ്റ് ഒന്നും വന്നിട്ടില്ല ട്രെയിനിൽ. ഓക്കെ, നേരത്തെ സക്സസ്ഫുള്ളി കോച്ച് മാറിപ്പോയി. നമുക്ക് D14-ലാണ്. D14 കറണ്ട് വന്നിട്ടുണ്ട്. കിടിലം കോച്ച്. സോ D14-ൽ 12-ഉം 13-ഉം അങ്ങപ്പുറത്തപ്പെടും. ഇത് കൊള്ളാലോ. ഇതിനു മുമ്പെന്താ ഞാൻ ഇത് കാണാത്ത കിടിലം കോച്ച്. അതേ, ഫൈനലി ട്രാക്ക് സൈഡ് കിട്ടി. ഞാൻ എന്നൊക്കെ ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എല്ലാ സമയത്തും ഇപ്പുറത്തെ സൈഡായിരുന്നു. ഓക്കെ ഗൈസ്, ചാർജിങ് അവിടെ ഉണ്ട്. ഡോറിൻ്റെ സൈഡിൽ ചാർജിങ് പോയിന്റ് വെക്കിയ കണ്ട സ്ഥലമാണ് ഇത്, ഡോറിൻ്റെ സൈഡ്. സോ നമ്മളെ കോച്ചെന്ന് പറയുമ്പോൾ 2009 ഉണ്ടാക്കിയ ഒരു കൂറ കോച്ചാണ്. കൂറ കോച്ചെന്നല്ല, കുറച്ച് പഴയ കോച്ചാണെന്നുള്ളൂ. അവർ നന്നായിട്ട് ഡിസൈനൊക്കെ കൊടുത്ത് സ്റ്റിക്കറൊക്കെ കൊടുത്ത് സീറ്റൊക്കെ നല്ല കിടിലാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ്
68. നമ്മുടെ സീറ്റ് വന്ദേ ഭാരത്. ദിസ് ഈസ് കോൾഡ് വന്ദേ ഭാരത് എക്സ്പ്രസ്. ഞാൻ ആദ്യമായിട്ട് കയറിയ വന്ദേ ഭാരത് ഇതിലാണ്, തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം വരെ. അപ്പോൾ വന്ദേ ഭാരതിനെ പറ്റി പറയുമ്പോൾ ഞാൻ മൊത്തം 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഒന്ന് ഇത് തിരുവനന്തപുരം, കാസർഗോഡ്, എറണാകുളം വരെയും, പിന്നെ മറ്റേ വേറെ ചെന്നൈ, നാഗർകോവിൽ, അതിലും കയറിയിട്ടുണ്ട്. ഇനി 3ാമത്തെ കയറാൻ നമ്മൾ ഇന്നല്ല, നാളെയല്ല, മറ്റന്നാളാണ് ഞാൻ 3ാമത്തെ വന്ദേ ഭാരത് പഠിക്കാൻ പോകുന്നത് സോളോ. സോ അത് മംഗലാപുരം, ട്രിവാൻഡ്രം. ഓക്കെ, 5:15 വന്ദേ ഭാരത് ബ്രേക്ക് വിട്ട്. ഓക്കെ, വന്ദേ ഭാരത് ഓൺ ടൈമിൽ എടുത്തിട്ടുണ്ട്. ആക്സിലറേഷൻ കണ്ടോ ഗൈസ്? അന്ന് C16-ലായിരുന്നു ഞാൻ പോയത്. വന്ദേ ഭാരത് എക്സ്പ്രസ്. ഓക്കെ, അത് 5:15 എടുത്തിട്ടുണ്ട്. നമുക്കിനിയും 5:55 നമ്മൾ ട്രെയിൻ എടുക്കേണ്ടത്. ഈ കോച്ചിൽ 10-30,000 ഫാൻ ഇങ്ങനെ അടുക്കി പറമ്പി വെച്ചിട്ടുണ്ട്. ഒരു എറണാകുളമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിന് യാതൊരു ഉപയോഗം ഇല്ലാത്ത പോലെയാവും. അതായത് അത്രയ്ക്ക് ചൂടായിരിക്കും. ഗുരുവായൂർ, ചെന്നൈ, ഇതിനാണ് നമ്മൾ തിരൂരിന്ന് ഇങ്ങോട്ട് വന്നത്. എന്തായാലും എനിക്ക് സന്തോഷം. ഈ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഡൗൺ ട്രാക്ക് വരുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം ഭാഗത്തോട്ട് വന്ന ട്രെയിനെല്ലാം കാണാൻ പറ്റും. തെയ്യം ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സൈഡ് കിട്ടുന്നത്. ട്രെയിനിൽ ഇത്രയും കാലം യാത്ര ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. വെരി ഹാപ്പി. സോ ഇത് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്. ഇനിയിപ്പോൾ അത് പോയിട്ട് ശബരി എക്സ്പ്രസ് 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വരും എന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനം. വേണാട് ഇനിയിപ്പോൾ എടുക്കും. അത് 5:20 ആകുമ്പോഴാണ് എടുക്കേണ്ടതെന്ന് തോന്നുന്നു. പക്ഷേ വന്ദേ ഭാരത് ഇപ്പോൾ പോയിരിക്കുന്നത് കൊണ്ട് വേണാട് പതുക്കെ എടുക്കാനാണ് ചാൻസ് കൂടുതൽ. അവരെന്തൊക്കെ ചെയ്തേക്കും. നമ്മൾക്ക് എന്തായാലും 5:55 എടുക്കും. വെച്ച് വർക്കാവണം. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് ഓക്കെ 5:20.
നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് വെച്ചിട്ട്. അപ്പോൾ പൊട്ടിച്ച് അത് ഫ്രൈ ഓപ്പൺ ചെയ്തു. വെയിറ്റ് ഇല്ല. അപ്പോൾ ഇത് കറിയൊക്കെ ഇങ്ങനെ അതിൻ്റെ അങ്ങോട്ടേക്ക് വെച്ചു. ചട്നി കൊള്ളാൻ പൊളിച്ച്. ഇതിനി എന്ത് ചെയ്യും? എത്രയാണോ ഉണ്ടോ ഇത്? തൂത്തുക്കുടി പാലക്കാട് പാലക്കാട് ഇന്റർനാഷണൽ എയർപോർട്ട്. എയർപോർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകളാണ്. നമ്മൾ AKG ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കയറിയിട്ടുണ്ട്. ട്രെയിൻ അവിടെ കിടപ്പുണ്ടല്ലോ. ദുരന്തോ ആവുന്നൊരു ഡൗട്ടുണ്ട്. അത് മറ്റേ കണ്ണൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഈ ഇടയിട്ട് കോഴിക്കോടിലോട്ടൊരു ട്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്തില്ലേ, ആ ട്രെയിനാണത്. ഞാൻ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ റൂം. ആൻഡ് ഞാൻ ഇവിടെ ഫയല് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ദിസ് ഈസ് കോഴിക്കോട് സിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. റെയിൽവേ സ്റ്റേഷൻ ആ ഭാഗത്താണ്, പിന്നെ ബീച്ചും ആ ഭാഗത്താണ്, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ കാണുന്നത് ബീച്ചാണോ?
ആണോ അറിയില്ല. സോ വാട്ടെവർ. കോപ്പി ചെയ്യണ സമയം കൊണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കറങ്ങാൻ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് റഹ്മത്ത് ഹോട്ടലിലോട്ട് പോകുകയാണ്. ആദ്യമായിട്ടാണ് ഓക്കെ അതിനൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഞാൻ ട്രാക്കൊക്കെ നടന്ന് ക്രോസ് ചെയ്യണം. സോ നമ്മൾ റഹ്മത്ത് ഹോട്ടലിൽ ബിരിയാണി കഴിക്കാൻ പോകുകയാണ്. ഇവിടെ വന്നിട്ട് ഞാൻ സെർച്ച് ചെയ്തതിൽ ഏറ്റവും കൊള്ളാമെന്നുള്ളത് അതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സോ ഞാൻ മാപ്പിൽ ലൊക്കേഷൻ നോക്കട്ടെ, എനിക്കറിയത്തില്ല. സോ ഗൈസ്, എൻ്റെ ബിരിയാണി വന്നിട്ടുണ്ട്. എനിക്ക് പിടിച്ചിരിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളൊരു വണ്ടർഫുൾ ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ട് ടെറസ് ബിസിനസ് ഹോട്ടൽ, ഒരു ടെറസ് ബിസിനസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഹോട്ടലുണ്ട്. ഞാൻ വഴി പറഞ്ഞുതരാം. സോ ഗൈസ്, നമ്മൾ റഹ്മത്തിൻ്റെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഫയൽസ് ഫുള്ള് കോപ്പി ചെയ്യണം. ഇനി 6 GB മാത്രം സ്പേസ് ഉണ്ട്. സോ ഗൈസ്, മിഠായി തെരുവിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് നല്ല തിരക്കാണ്. എനിക്കാണെങ്കിൽ ഇങ്ങോട്ട് കഴിഞ്ഞാലും ഓഫേഴ്സാണ്. ഗൈസ്, നമ്മൾ കോഴിക്കോട് ബീച്ചെത്തി. ജസ്റ്റ് മിസ്. നമ്മൾ സൺസെറ്റും കുറച്ച് സമയത്തിൻ്റെ ഡിഫറൻസിൽ മിസ്സാക്കി കളഞ്ഞു. മൊത്തത്തിൽ കോഴിക്കോട് വന്നതിന് ശേഷം ഫുള്ള് തിരക്കാണല്ലോ. നമ്മുടെ താമസിക്കുന്ന അവിടെ ഫുള്ള് തിരക്കാണ്. ഓക്കെ ഗൈസ്, സംഭവബഹലമായ നാടത്തിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് റൂം എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ഇത്ര തിരക്ക് ഒരിടവും ഞാൻ കണ്ടിട്ടില്ല. അതായത് അവിടെ യൂബർ തന്നെ ഒരു 5-6 പ്രാവശ്യം നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ എവിടേക്ക് എന്തൊക്കെ ചെയ്തപ്പോൾ ഒരു റാപ്പിഡോ കിട്ടി. അങ്ങനെ എത്രയും വേഗം നമ്മൾ റൂമിലെത്തി താഴെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. റെക്കോർഡ് ഞാൻ മറന്നുപോയി. ആൻഡ് വേറെ ഒന്നുമില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പുതിയൊരു വീഡിയോ വരുമ്പോൾ കാണാം.